ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം IT പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതെന്ന് പറയുന്നത് സ്ലൈഡ് ട്രാൻസിഷൻ ആൻഡ് ആനിമേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇതാണ്. അതിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ് സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് മാത്രമാണ് കേട്ടോ. അടുത്ത ക്ലാസ്സിലാണ് ആനിമേഷൻ പഠിക്കത്തുള്ളൂ. അപ്പോൾ ട്രാൻസിഷൻ എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ഫിലിംസും കാർട്ടൂണും ഒക്കെ കാണുമ്പോൾ ഒരു സീൻ കഴിഞ്ഞ് മറ്റൊരു സീൻ വരുന്ന ആ ഒരു രംഗം നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് നമ്മൾ ചിലപ്പോൾ ചിലതിൽ കാണുമ്പോൾ അവർ ചിലപ്പോൾ ഇൻഡോർ ഷൂട്ടായിരിക്കും ചെയ്യുന്നത്. ഇൻഡോർ കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഔട്ട്ഡോർ ഷൂട്ടിങ്ങിൻ്റെ കാണിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വ്യത്യാസത്തിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മൾ ഒരു സ്ലൈഡ് കഴിഞ്ഞ് അടുത്ത സ്ലൈഡ് സ്ക്രീനിൽ ഡിസ്പ്ലേ ആവുന്ന രീതി, അതായത് അതിൻ്റെ ചിലപ്പം നമ്മൾ പല രീതിയിൽ, ചിലത് ഇങ്ങനെ ഓപ്പണായി വരുന്നത് നമുക്ക് കാണാം, ചിലത് കറങ്ങി ഓപ്പൺ ആവും, ചിലത് ലെഫ്റ്റിൽ നിന്ന് സ്ലൈഡ് വരും, ചിലത് റൈറ്റിൽ നിന്ന്, ആ ടോപ്പിൽ നിന്ന് ഡൗണിൽ നിന്നൊക്കെ ഇങ്ങനെ ഓപ്പണായി വരുന്നതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. The way one slide follows the other on the screen is called ട്രാൻസിഷൻ. എന്ന് വെച്ചാൽ ഒരു സ്ലൈഡ് കഴിഞ്ഞ് വേറൊരു സ്ലൈഡ് എങ്ങനെയാണോ സ്ക്രീനിൽ ഡിസ്പ്ലേ ആവുന്നത് അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടു ആഡ് ട്രാൻസിഷൻ ടു എ സ്ലൈഡ് ഇൻ എ PowerPoint പ്രസൻറ്റേഷൻ ഡു ദ ഫോളോയിങ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്കൊരു സ്ലൈഡിനെ എങ്ങനെ ട്രാൻസിഷൻ കൊടുക്കാമെന്ന് അറിയാം. ഓക്കെ, ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ സെലക്ട് ദ സ്ലൈഡ് ഇൻ ദ സ്ലൈഡ് നാവിഗേഷൻ പെയിൻ. സ്ലൈഡ് നാവിഗേഷൻ പെയിൻ അറിയാലോ, നമ്മൾ PowerPointൻ്റെ സൈഡിൽ കാണുന്നതാണ് സ്ലൈഡ് നാവിഗേഷൻ പെയിൻ. അതിൽ നിങ്ങൾ ഒരു സ്ലൈഡ് സെലക്ട് ചെയ്യുക. ദ ട്രാൻസിഷൻ വിൽ ബി അപ്ലൈഡ് ബിറ്റ്വീൻ ദിസ് സ്ലൈഡ് ആൻഡ് ദ പ്രീവിയസ് സ്ലൈഡ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ലൈഡിനും അതിന് തൊട്ട് മുമ്പുള്ള സ്ലൈഡിനും ഇടയ്ക്കായിരിക്കും ഈ ട്രാൻസിഷൻ അവർ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസിഷൻ ടാബ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ സ്ലൈഡ് നാവിഗേഷൻ പെയിനിൽ നിന്ന് നമ്മൾ സ്ലൈഡ് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഈ സ്ലൈഡിനും പ്രീവിയസ് ആയിട്ടുള്ള സ്ലൈഡിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ ട്രാൻസിഷൻ വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ട്രാൻസിഷൻ ടാബ് ക്ലിക്ക് ചെയ്യണം. ഇത് ട്രാൻസിഷൻ ടു ദിസ് സ്ലൈഡ് ഗ്രൂപ്പ്, ഈ ഒരു ഗ്രൂപ്പ് കാണാം. ട്രാൻസിഷൻ ടു ദിസ് സ്ലൈഡ് ഗ്രൂപ്പ് ബൈ ഡിഫോൾട്ട് നൺ ഈസ് അപ്ലൈഡ് ടു ഈച്ച് സ്ലൈഡ്. ഇപ്പോൾ ഒരു ട്രാൻസിഷൻ നമ്മൾ കൊടുത്ത് കാണത്തില്ല. ക്ലിക്ക് മോർ ബട്ടൺ ടു സീ ഓൾ അവൈലബിൾ ചോയ്സസ്. ക്ലിക്ക് എ ട്രാൻസിഷൻ ടു അപ്ലൈ ഇറ്റ് ടു ദ സെലക്റ്റഡ്. ദിസ് വിൽ ഓട്ടോമാറ്റിക്കലി പ്രിവ്യൂ ദ ട്രാൻസിഷൻ. എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ട്രാൻസിഷൻ ടു ദിസ് സ്ലൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇപ്പോൾ ഒരു സ്ലൈഡിന് നമ്മുടെ ട്രാൻസിഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. ക്ലിക്ക് മോർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് വരും. അതായത് ട്രാൻസിഷൻ കൊടുക്കേണ്ട പല രീതികളും. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. കാണിച്ചു തരാം. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ PowerPoint ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1-2 സ്ലൈഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ട്രാൻസിഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു സ്ലൈഡാണ് നാവിഗേഷൻ പെയിൻ. ഇതാണ് നാവിഗേഷൻ പെയിൻ. നമ്മുടെ എല്ലാ സ്ലൈഡ്സിനെയും ചെറിയ ഒരു ഫോമിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിക്കുന്നതാണ് നാവിഗേഷൻ പെയിൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ഈ സ്ലൈഡിനും ഇടയ്ക്കായിരിക്കും ട്രാൻസിഷൻ വരുന്നത്. അതായത് സെക്കൻഡിനും തേർഡിനും ഇടയ്ക്ക്. ഇപ്പോൾ ഞാൻ തേർഡ് സ്ലൈഡാണ് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ട്രാൻസിഷൻസ് ഓപ്പൺ ചെയ്തു. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് ട്രാൻസിഷൻ ടു ദിസ് സ്ലൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് കാണാൻ പറ്റും. നോക്കിക്കേ, ഇതൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയ ട്രാൻസിഷൻ. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നൺ ആയിരിക്കും, അതായത് ഒരു സ്ലൈഡിൽ നമ്മൾ ട്രാൻസിഷൻ കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണാം. ഇനി നമുക്ക് ട്രാൻസിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും ട്രാൻസിഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കർട്ടൻ എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ ചൂസ് ചെയ്തെങ്കിൽ ഈ ഒരു രീതിയിൽ ഇത് കാണിക്കും. ഓക്കെ, അതായത് ഒരു സ്ലൈഡ് കഴിഞ്ഞ് അടുത്ത സ്ലൈഡ് വരുന്നതിൻ്റെ ആ ഒരു രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ട്രാൻസിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ചോയ്സ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാൻ പറ്റും കണ്ടോ, ഇങ്ങനെ കൊടുക്കാം. അപ്പം അങ്ങനെ പല രീതിയിലുള്ള ട്രാൻസിഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ വരും. ഒരു സ്ലൈഡ് കഴിഞ്ഞ് മറ്റേ സ്ലൈഡ് വരുന്നത്, അതായത് നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ ട്രാൻസിഷൻ കൊടുത്തു കഴിഞ്ഞു. നോക്കി, ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഒരു ട്രാൻസിഷൻ കൊടുത്തിട്ടില്ല, അതിനൊരു എഫക്റ്റ് നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് പ്ലെയിൻ ആയിട്ട് വന്നു. സെക്കൻഡ് സ്ലൈഡ് ആയപ്പോൾ നമ്മളൊരു ട്രാൻസിഷൻ കൊടുത്തു കണ്ടോ. ഫസ്റ്റ് സ്ലൈഡിൽ നിന്ന് സെക്കൻഡ് സ്ലൈഡിലോട്ട് വന്നപ്പോൾ നമ്മൾ സെക്കൻഡ് സ്ലൈഡിൽ നിന്ന് കൊടുത്തു, ഒരു ട്രാൻസിഷൻ കൊടുത്തു. എന്താ നോക്കിയേ, തേർഡിൽ നമ്മളൊരു ട്രാൻസിഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആ സ്ലൈഡ് വരുന്ന രീതി കണ്ടോ. ഇതാ ഫോർത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഫിഫ്ത്തിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ട്രാൻസിഷൻ കൊടുക്കുന്നത്. അപ്പോൾ ട്രാൻസിഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു സ്ലൈഡ് കഴിഞ്ഞ് വേറൊരു സ്ലൈഡ് വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും എഫക്ട്സ് സ്ക്രീനിൽ കാണാനുള്ള ഒരു എഫക്റ്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. ഇൻ ദ ടൈമിംഗ് ഗ്രൂപ്പ് ഡു ദ ഫോളോയിങ്. ക്ലിക്ക് ദ ആരോ നെക്സ്റ്റ് ടു സൗണ്ട് to display the list of transition sound. When you hover over a sound you will hear it. Click the sound you want to add. ഇനി നമുക്ക് ടൈമിംഗ് ഗ്രൂപ്പ് നോക്കാം. ഇത്രയും നേരം നമ്മൾ ട്രാൻസിഷൻ ടു ദിസ് സ്ലൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ട്രാൻസിഷൻ നമ്മൾ സെലക്ട് ചെയ്തു എന്ന് വെച്ചാൽ ആ ഒരു സ്ലൈഡ് വരുന്നതിൻ്റെ രീതി നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ ഒരു രീതിയാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തത്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് അതിൽ സൗണ്ട് കൊടുക്കുക. അതായത് ഒരു സ്ലൈഡ് വരുമ്പം ഒരു ശബ്ദത്തോടു കൂടി എന്തെങ്കിലും ഒരു സ്ലൈഡ് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു സൗണ്ട് എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കണമെങ്കിൽ നമ്മൾ ടൈമിംഗ് ഗ്രൂപ്പിലാണ് പോകേണ്ടത്. അത് കഴിഞ്ഞ് ഈ ഒരു എഫക്റ്റ് എത്ര നേരം നിൽക്കണം അത് നമുക്ക് കൊടുക്കാം, ഡ്യൂറേഷൻ. അപ്പം നമുക്ക് എന്തൊക്കെ കൊടുക്കാം, സൗണ്ട് കൊടുക്കാം, ഡ്യൂറേഷൻ കൊടുക്കാം. ഇത് നമുക്ക് എല്ലാ സ്ലൈഡിലും കൊടുക്കുകയാണെങ്കിൽ ഓരോ സ്ലൈഡ് നമ്മൾ സ്ലൈഡ് ഷോയിൽ കൊടുക്കുമ്പോഴും ഈ ഒരു സൗണ്ടോട് കൂടിയും ഇത്രയും ഒരു ഡ്യൂറേഷനോട് കൂടി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിനി ട്രാൻസിഷനിൽ സൗണ്ട് ആഡ് ചെയ്ത് നോക്കാം. ട്രാൻസിഷൻ എടുത്തു, അതിൽ ടൈമിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സൗണ്ട് എടുക്കുക. ഇപ്പം നമ്മൾ ഓരോ ഫസ്റ്റ് സ്ലൈഡ് തന്നെ എടുക്കാം. ഫസ്റ്റ് സ്ലൈഡ് വരുമ്പോൾ നമുക്കൊരു അപ്ലൗസ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൈ അടിക്കുന്ന ശബ്ദം, ആ ശബ്ദം വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സൗണ്ട് എത്ര നേരം നിൽക്കണം, ഇവിടെ 2 seconds ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ അപ്ലൈ ഓൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാ സ്ലൈഡ്സിനും ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. സ്ലൈഡ് ഷോ എടുത്തു. ഓക്കെ, സ്ലൈഡ് ഷോ ട്രാൻസിഷൻ എടുത്തു. ഈ സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അപ്ലൗസ് എന്ന് പറയുന്ന സൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഡ്യൂറേഷൻ ഇവിടെ 2 seconds എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കേട്ടോ, അതായത് നമ്മൾ കൊടുത്ത ആ ഒരു സൗണ്ട് 2 സെക്കൻഡിന് അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും സൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. ഇപ്പോൾ ക്യാമറ ആണെങ്കിൽ ഇങ്ങനെ ക്യാമറ ക്ലിക്ക് ചെയ്യുന്ന സൗണ്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ഇപ്പോൾ ഈ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് സൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന്
ട്രാൻസിഷനിൽ പോയിട്ട് ഈ സൗണ്ട് എടുത്തിട്ട് ഇഷ്ടമുള്ള സൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൗണ്ട് ഈ ഒരു സ്ലൈഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഓരോ സ്ലൈഡിനും ഡിഫറെൻറ്റ് സൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഒരു സൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അത് ചൂസ് ചെയ്ത് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് ഡ്യൂറേഷൻ ഇത്രയും ഡ്യൂറേഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾ ടൈം കൊടുക്കുക, ട്രാൻസിഷൻ്റെ ചോയ്സസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രാൻസിഷൻ കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇനി അഡ്വാൻസ് സ്ലൈഡ്, ലെറ്റ്സ് യു ചൂസ് ഹൗ ടു അഡ്വാൻസ് എ സ്ലൈഡ്. നമുക്കിനി അഡ്വാൻസ് സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതെന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. Check on mouse click if you want the slide to stay on the screen till the user clicks the mouse or presses a key. അതായത് ഇപ്പം നമ്മുടെ ഒരു സ്ലൈഡ് ഷോ ഇട്ടതിന് ശേഷം നമ്മുടെ സ്ക്രീനിൽ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണോ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകേണ്ടത്, അതോ ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴാണോ പോകേണ്ടതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ check after and adjust the time if you want the next slide to appear after a fixed number of seconds automatically. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ അടുത്ത സ്ലൈഡ് കുറച്ച് സെക്കൻഡ്സിന് ശേഷം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ക്രീനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ സാധാരണ നമ്മൾ സ്ലൈഡ് ഷോ കൊടുക്കുമ്പോൾ നമ്മളൊരു കീയിൽ പ്രസ് ചെയ്യുമ്പോഴാണ് അടുത്ത സ്ലൈഡ് വരുന്നത്. അതല്ലാതെ തന്നെ നമുക്ക് സമയം കൊടുക്കാൻ പറ്റും. അതായത് ഒരു സ്ലൈഡ് ഈ ഒരു സ്ക്രീനിൽ എത്ര നേരം അത് നിൽക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിന് നമുക്ക് ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം, അതാണ് അഡ്വാൻസ്ഡ് സ്ലൈഡ്. ഇവിടെ നമ്മൾ ഓൺ മൗസ് ക്ലിക്കാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുകയുള്ളൂ. അതേസമയം നമ്മളിത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ കൊടുക്കാം. അതായത് എത്ര സമയം കഴിഞ്ഞ് വേണം ആണ് നെക്സ്റ്റ്. ഇപ്പം ഞാനൊരു 6 സെക്കൻഡ് എനിക്ക് 10 സെക്കൻഡ്സ് എനിക്ക് 10 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടേ മറ്റ് സ്ലൈഡിലേക്ക് പോകാവുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്താൽ എന്ത് സംഭവിക്കും, നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സമയം കഴിയുമ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്ലൈഡ് ഷോ ഇട്ടു ഫ്രം ബിഗിനിങ്. ഇപ്പം നോക്കിക്കേ, ഞാൻ നമ്മൾ എന്താ ഈ പറയുന്ന ഈ ഒരു സമയം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്ലൈഡ് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ആ ഒരു സമയം കഴിഞ്ഞ് തന്നെ മാറിക്കോളും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. മീൻസ് ഇപ്പം കാണിക്കുമ്പോൾ അറിയത്തില്ല. അപ്പം നിങ്ങൾ ട്രാൻസിഷൻ എന്ന് ചെയ്ത് നോക്കുക. ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ ഏതൊക്കെ ട്രാൻസിഷൻ കൊടുക്കാം അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. സൗണ്ട് കൊടുത്ത് നോക്കുക. അതേപോലെ ടൈമിങ് നിങ്ങൾ മൗസ് പ്രസ് ചെയ്യുമ്പോഴാണോ മൗസ് ഓട്ടോമാറ്റിക്കലി ആണോ വരേണ്ടത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ.